നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ദേവീ ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകേന്ദ്രം കൂടിയാണിത്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേകം ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ കാണാം. അതിനാൽ കേരളത്തിലെ മറ്റ് 64 കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധയാണ്. സപ്തമാതാക്കൾ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം കുടികൊള്ളുന്നു. തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയാണ്. എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല, മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി. 5 ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക, പാലക്കാട് ഹേമാംബിക, കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവ ആണ് മറ്റു 3 ക്ഷേത്രങ്ങൾ. അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടത്തെ പൂജാരിമാർ. ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് നടത്തുന്നത്. ക്ഷേത്രത്തിലെ തന്ത്രികൾ താമരശ്ശേരി മേക്കാട്ടുമനയിലെ അംഗങ്ങളാണ്. താത്വിക പൂജകൾ നടത്തുന്നത് നമ്പൂതിരിമാരാണ്. ഓത്തില്ലാത്ത നമ്പൂതിരിമാരെ പൂജയ്ക്ക് വരാറുള്ളൂ. അടികൾ ക്ഷേത്രത്തിന്റെ ചുമതല 3 മഠങ്ങൾക്കായി പങ്കുവച്ചിരിക്കുന്നു. അവ മഠത്തിൽ മഠം, കുന്നത്തുമഠം, നീലത്തുമഠം എന്നിങ്ങനെയാണ്. ക്ഷേത്രത്തിലെ പല ചടങ്ങുകളിലും അബ്രാഹ്മണ സമ്പർക്കമാണ് മുന്നിൽ നിൽക്കുന്നത്. ക്ഷേത്രഭരണം കൊച്ചിൻ ദേവസ്വം ബോർഡാണ് നിർവഹിക്കുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ചില ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ക്ഷേത്രപാലന്റെ നടക്കിൽ ഉടയ്ക്കുന്ന നാളികേരത്തിന്റെ അവകാശം എടമുക്കിലുള്ള കുടുംബി സമുദായക്കാർക്കാണ്. അതിന് അവർ കൊല്ലം തോറും കർക്കിടമാസം സംക്രാന്തിക്ക് ക്ഷേത്ര പരിസരം മുഴുവനും ചെത്തി വൃത്തിയാക്കണം. വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കാനുള്ള അവകാശം പ്ലാപ്പിള്ളി, തേരേടം എന്നീ 2 വീടിലെ സ്ത്രീകൾക്കാണുള്ളത്. എല്ലാ നടക്കിലുമുള്ള ദീപസ്തംഭങ്ങൾ തെളിയിക്കലും പ്രസാദങ്ങൾ കൊടുക്കലും വടക്കേ നടയിലുള്ള ആൽത്തറകളിൽ പൂരോരുട്ടാതി മുതൽ ഇരുന്ന് കന്നി വെളിച്ചപ്പാടന്മാരെ വെട്ടിത്തെളിയിച്ച് വാളും ചിലമ്പും കൊടുക്കാനുള്ള അധികാര അവകാശങ്ങളും മേൽപ്പറഞ്ഞ 2 വീടുകളിലെയും ആണുങ്ങൾക്കുള്ളതാണ്. അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരുമാണ് ദേവിയുടെ ക്ഷേത്രത്തിലെ അടിച്ചുതളി, പാത്രം തേപ്പ്, പൂവ് കൊടുക്കൽ, മലരു വറുക്കൽ, അരി അടിക്കൽ, മഞ്ഞൾ പൊടിക്കൽ എന്നീ ചുമതലകൾ ചെയ്തു പോരുന്നത്. വർഷങ്ങളായി ഇതിന് വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. കേരളത്തിലെ പഴയ ആചാരങ്ങളിൽ ഒന്നായ കൂട്ടമിരിപ്പ്, തറക്കൂട്ടം ഇപ്പോൾ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമേയുള്ളൂ. മലയാള മാസം 1-ാം തീയതിയാണ് കിഴക്കേ നടയിൽ കൂട്ടമിരിപ്പ്. ഇത് പഴയകാലത്തെ സഭയാണെന്നാണ് വിശ്വാസം. സങ്കടക്കാരാരുമില്ലെങ്കിലേ കൂട്ടം പിരിയാവൂ എന്നും ക്രമമുണ്ടായിരുന്നത്രേ. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ്. വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിന്റെ ദർശനം വടക്കോട്ടാണ്. അഷ്ടബാഹുക്കളോടെ രൗദ്രഭാവത്തിൽ ദാരുകവധത്തിനു ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു. വിഗ്രഹത്തിന് പീഠത്തോടുകൂടി ഉദ്ദേശം 6 അടി ഉയരമുണ്ട്. വലത്തേക്കാൽ മടക്കി ഇടത്തോട്ട് തൂക്കിയിട്ട രൂപത്തിലാണ് ഇരിപ്പ്. തലയിൽ കിരീടമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടുള്ള രഹസ്യ അറയുടെ കവാടത്തിനു മുന്നിൽ എല്ലായ്പ്പോഴും ചുവന്ന പട്ടുവിരിച്ച് മൂടിയിരിക്കും. പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായി അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചതും സ്വർണ്ണഗോളക കൊണ്ട് പൊതിഞ്ഞതുമായ രുതിര മഹാകാളിയുടെ അർച്ചനാബിംബവും പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉഗ്രയായ രുതിരമഹാകാളിയായതിനാൽ നേരിട്ട് ദർശനം പാടില്ലെന്നും അതിനാൽ ഈ വിഗ്രഹം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും പകരം ഭക്തർക്കു ദർശിക്കാൻ വടക്കുദിക്കിലേക്ക് ദർശനമായി ഭദ്രകാളിയുടെ മറ്റൊരു ദാരുബിംബവും അതിനു മുൻപിലായി ത്രിപുര സുന്ദരിയുടെ ചെറിയ അർച്ചനാബിംബവും
പ്രഭാമണ്ഡലവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പരമാധികാരി വലിയ തമ്പുരാനോ അമ്മ തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഒരു സന്തതിയെ ഒന്നാം പിറന്നാളിന് രുതിരമഹാകാളിക്ക് മുന്നിൽ, അതായത് പടിഞ്ഞാറേ നടക്കൽ അടിമ കിടത്താൻ കൊണ്ടുവരുമ്പോഴോ മാത്രമേ ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ. തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കൽ എത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടക്കൽ സ്ഥാപിച്ചിട്ടുള്ള മണി 5 പ്രാവശ്യം മുഴക്കും. ഈ അവസരത്തിൽ ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ നടയുടെ വലത്തെ കതക് മാത്രം തുറന്നുകൊടുക്കും. തമ്പുരാൻ നമസ്കരിച്ച് എഴുന്നേൽക്കും മുൻപ് നട അടച്ചു കഴിയും. ക്ഷേത്രത്തിലെ ശിവന്റെ ദർശനം കിഴക്കോട്ടാണ്. ശിവക്ഷേത്രത്തിന്റെ തറ കരിങ്കല്ലുകൊണ്ടും ചുമരുകൾ വെട്ടുകല്ലുകൊണ്ടും തീർത്തതാണ്. നന്ദി പ്രതിഷ്ഠ ഇല്ല എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ശിവക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള ബലിക്കല്ല് സാമാന്യം വലുതാണ്. ശിവന് പ്രത്യേക ഉത്സവങ്ങളും ധ്വജവും ഇല്ല. 108 ശിവാലയങ്ങളിൽ ഒന്നാണിതെന്ന പ്രത്യേകതയുമുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷകൻ ആയിട്ടാണ് ക്ഷേത്രപാലകന്റെ സങ്കല്പം. വടക്കേ നടയിൽ കിഴക്കോട്ട് നീങ്ങിയുള്ളതാണ് ക്ഷേത്രപാലന്റെ പ്രതിഷ്ഠ. ശിവചൈതന്യം നിറഞ്ഞ മൂർത്തിയാണ് ക്ഷേത്രപാലൻ. 12 അടിയോളം ഉയരമുള്ള പ്രതിഷ്ഠയാണ്. ഇത് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹമാണ്. മലബാറിലെ ക്ഷേത്രപാല ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപാലൻ കൊടുങ്ങല്ലൂരിൽ നിന്നു വന്നു എന്നാണ് ഐതിഹ്യം. പ്രത്യേക നിവേദ്യം പുളിഞ്ചാമൃതമാണ്. ശർക്കര പായസത്തിൽ തൈര് ചേർത്ത നിവേദ്യം. ക്ഷേത്രപാലകന്റെ നടയ്ക്ക് മുന്നിലുള്ള കല്ലിലാണ് മുട്ടിറക്കുന്നതിനുള്ള നാളികേരം ഉടയ്ക്കുക. ദേവീ ക്ഷേത്രത്തിലേക്കുള്ള തുലാഭാരം ക്ഷേത്രപാലന്റെ നടയിലാണ് നടത്തിവരുന്നത്. ഇവിടുത്തെ പ്രത്യേക വഴിപാട് ചമയമാണ്. വൈകിട്ട് ക്ഷേത്രപാലന്റെ ക്ഷേത്രം കുലവാഴ, കുരുത്തോല, കരിക്കിൻ കുല എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ദേവീ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രപാലകനെ 101 വസ്ത്രം ഉടുപ്പിക്കും. മുഖത്ത് ചന്ദനം ചാർത്തി തണ്ണീരാമൃതം നിവേദ്യം ചെയ്യും. ഇതിനെയാണ് ചമയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ശക്തിപീഠ ക്ഷേത്രങ്ങളിൽ കാവൽ ദൈവമായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ഇതിന് സമാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ ഇത് കാലഭൈരവൻ ആണെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് തവിടാട്ടുമുത്തി. തവിടാട്ട് ഭഗവതി ചാമുണ്ഡി രൂപത്തിലുള്ള ഭഗവതിയാണ്. സപ്തമാതാക്കളിൽ പ്രധാനി. കൊടുങ്ങല്ലൂരമ്മ തന്നെയാണിത്. മേൽക്കൂരയോ ചുറ്റുമതിലോ ഇല്ല. പുറത്ത് ശിവന്റെ നടക്കൽ ഇടതുഭാഗത്തായാണ് പ്രതിഷ്ഠ. തവിട് കൊണ്ട് ഉഴിഞ്ഞിടുകയാണ് പ്രധാന വഴിപാട്. അതിനാലാണ് തവിടാട്ട് ഭഗവതി അഥവാ തവിടാട്ടുമുത്തി എന്ന പേര് ലഭിച്ചത്. തവിടാട്ടുമുത്തിക്ക് തവിട് ആടിക്കാം എന്ന വഴിപാട് നേർന്നാൽ രോഗങ്ങൾ, പ്രത്യേകിച്ച് വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ദുരിതങ്ങൾ തുടങ്ങിയവ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം. ശുംഭനിശുംഭ യുദ്ധവേളയിൽ ദുർഗയുടെ പുരികക്കൊടിയിൽ നിന്നാണ് പ്രത്യക്ഷയായി ചണ്ടമുണ്ടന്മാരെ വധിച്ച ഭദ്രകാളിയാണ് ചാമുണ്ഡി എന്ന് ദേവി മാഹാത്മ്യത്തിൽ കാണാം. ഏകദേശം 2 അടി ഉയരമുള്ള പീഠത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള 1.5 അടി ഉയരമുള്ള തവിട്ടുമുത്തിയുടെ വിഗ്രഹം 8 തൃക്കൈകളോടുകൂടിയ ദേവീ രൂപമാണ്. ഇവിടെ നിത്യപൂജയോ നിവേദ്യമോ ഇല്ല. ഭക്തജനങ്ങൾ വഴിപാടായി ആടിക്കുന്ന തവിടാണ് തവിട്ടുമുത്തിക്ക് പൂജയും നിവേദ്യവും. തവിട് ആടിക്കാനുള്ള അവകാശം പത്മശാലിയർക്കാണ്. വസൂരിമാല പടിഞ്ഞാറേ നടയിലുള്ള പ്രധാന പ്രതിഷ്ഠയാണ് വസൂരിമാല. ദേവി ഭക്തയായി മാറിയ ദാരികന്റെ പത്നി മനോദരിയാണിതെന്ന് ഐതിഹ്യമുണ്ട്. വടക്കോട്ടാണ് ദർശനം. ഇതിന് മേൽക്കൂരയില്ല. വിഗ്രഹത്തിന് 4 അടിയോളം ഉയരമുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ആടിക്കലാണ് പ്രധാന വഴിപാട്. പ്രത്യേക ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജയില്ല. പകരം സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിൽ പ്രത്യേക പീഠത്തിൽ വസൂരിമാല സങ്കല്പത്തിൽ നിത്യപൂജയും നിവേദ്യവും നടത്തിവരിക പതിവാണ്. വസൂരിമാലയ്ക്കുള്ള വഴിപാടാണ് ഗുരുതി. പത്മദളം വരച്ച് കുരുമുളക്, മഞ്ഞൾ എന്നിവ തൂവുകയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വസൂരിമാല ഭൂമിദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായി കരുതപ്പെടുന്നുണ്ട്. പത്മദളം സ്ത്രീലിംഗത്തിന്റെ പ്രതീകമായതുകൊണ്ട് അത് വരച്ച് ജീവരക്തമൊഴുക്കി ദേവിയെ ഓജസ്വിനിയാക്കുന്ന പ്രക്രിയയാണ് ഈ പൂജയിൽ അന്തർഭവിച്ചിട്ടുള്ളത്. വസൂരി പോലുള്ള അസുഖങ്ങൾ വരാതെയിരിക്കാനും ഈ വഴിപാട് ചെയ്യുന്നു. വസൂരിമാല എന്ന പേരു തന്നെ അതിനുള്ള തെളിവായി കണക്കാക്കാവുന്നതാണ്. വസൂരിമാലയുടെ നടക്കലാണ് പണ്ട് ഗുരുതി നടന്നിരുന്നത്. ഇപ്പോഴും ഈ ക്ഷേത്രത്തിലെ വസൂരിമാലയ്ക്കാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗുരുതി ചാർത്തുക. ദാരികന്റെ വധം ഉറപ്പായപ്പോൾ പത്നിയായ മനോദരി ശിവനെ തപസ് ചെയ്യുകയും
വസൂരി രോഗത്തിന്റെ വിത്തുകൾ വരമായി വാങ്ങുകയും ചെയ്തു മനോദരി. ഇത് ആദ്യം പ്രയോഗിച്ചത് തന്റെ ഭർത്താവിന്റെ ഘാതകയായ ഭദ്രകാളിയുടെ നേർക്കാണ്. ഇതറിഞ്ഞ ശിവൻ ഘണ്ഠാകർണനെ സൃഷ്ടിക്കുകയും അദ്ദേഹം ഭഗവതിയുടെ രോഗം ഭേദമാക്കുകയും ചെയ്തു. പിന്നീട് ദേവി മനോദരിയുടെ കയ്യും കാലും കണ്ണും ഛേദിക്കുകയും പശ്ചാത്തപിച്ച മനോദരിയെ വസൂരി എന്ന് പേരിട്ട് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. ശിവന്റെ ശ്രീകോവിലിന്റെ തെക്കുഭാഗമായിട്ടാണ് സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ. ആദിപരാശക്തിയുടെ 7 ഭാവങ്ങളാണ് സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നത്. ദേവിയുടെ ശ്രീകോവിലിനു പടിഞ്ഞാറു ഭാഗത്ത് ഭിത്തിയുടെ തുടർച്ചയായി കിഴക്കു പടിഞ്ഞാറ് നീളത്തിൽ വടക്കോട്ട് ദർശനമായി 3 നടകളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാന മൂർത്തിയായ ഭഗവതിയെയും കൂട്ടിയാൽ അഷ്ടമാതൃക്കളാവും. സപ്തമാതൃക്കളായ ബ്രഹ്മാണി, മഹേശ്വരി, വൈഷ്ണവി, കൗമാരി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി എന്നീ ദേവികളെയും അംഗരക്ഷകരായി ഗണപതി, വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദേവി വിഗ്രഹം നിർമ്മിച്ച അതേ വരിക്കപ്ലാവിന്റെ കമ്പുകൾ കൊണ്ടാണ് സപ്തമാതൃക്കളുടെ വിഗ്രഹവും നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. വസൂരിമാലയെ സങ്കല്പിച്ചുള്ള നിത്യപൂജയും നിവേദ്യങ്ങളും സപ്തമാതൃക്കളുടെ ക്ഷേത്രത്തിലാണ് നടത്തിവരുന്നത്. ശ്രീകുരുംബക്കാവ്. ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്ക് മാറി ദേശീയപാത 17 ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീകുരുംബക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നും ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. താലപ്പൊലിയോടനുബന്ധിച്ചുള്ള രാപ്പകൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന കുടുംബി സമുദായക്കാർ ദേവീക്ഷേത്രത്തിൽ നടതള്ളാനുള്ള ചെമ്മരിയാടുകളെയും പഴക്കുലയും വാദ്യഘോഷങ്ങളോടെ ആനയിക്കുന്നതും ശ്രീകുരുംബക്കാവിൽ നിന്നുമാണ്. മകരം 1 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് താലപ്പൊലി. പഴയ കാവുകളിൽ നടത്തപ്പെട്ടിരുന്ന പുരാതനമായ കൊയ്ത്തുത്സവങ്ങളുടെ പരിച്ഛേദങ്ങളാണിവ. 9 മുതൽ 11 ആനകളെ എഴുന്നള്ളിക്കുന്ന 4 ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് കേരളത്തിൽ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം, പഞ്ചവാദ്യം, കരിമരുന്ന് പ്രയോഗം എന്നിവയും ഉണ്ടാകും. രാത്രി താലപ്പൊലിയായിരുന്നു പണ്ട്. 85 വർഷമായിട്ട് അത് പകലത്തെയും പ്രധാന കാഴ്ചയാണ്. അതുപോലെ മുൻകാലങ്ങളിൽ 7 ദിവസത്തെ താലപ്പൊലിയാണ് ഉണ്ടായിരുന്നത്. ബുദ്ധമതക്കാരുടെ കദിന എന്ന ചടങ്ങുമായി ഇതിന് സാമ്യമുണ്ട്. ക്ഷേത്ര നടത്തിപ്പിനാവശ്യമായ വിഭവ സമാഹരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മകര സംക്രമ ദിവസത്തിൽ 1001 കദിനാവെടികൾ മുഴങ്ങുന്നതോടെയാണ് താലപ്പൊലിയുടെ തുടക്കം. വ്രതശുദ്ധികളായി കന്യകമാർ മംഗളവസ്തുക്കളെയും കാഴ്ചദ്രവ്യങ്ങളും നിറച്ച താലം ദേവിക്ക് വാദ്യഘോഷങ്ങളോടെ സമർപ്പിക്കുന്നു. അതാണ് താലപ്പൊലി. താലപ്പൊലി ആരംഭത്തോടെ സംഘക്കളി ആരംഭിക്കും. ശാസ്താക്കളി, പാനയംകളി, യാത്രാക്കളി എന്നൊക്കെ ഈ അനുഷ്ഠാനത്തിന് പേരുണ്ട്. 101 ദിവസത്തെ കുളിയും 51 ദിവസത്തെ വ്രതവും നോറ്റ് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച മലയറയന്മാർ ഇരുമുടിക്കെട്ടുകളുമായി വന്നെത്തുന്നു. താലപ്പൊലിക്ക് 2 ദിവസം മുൻപേ ചൊവ്വര ദേശത്തെ നമ്പൂതിരിമാർ വന്ന് സംഘക്കളി നടത്തുന്നു. കുടുംബികൾ ചെമ്മരിയാടുകളെ ദേവിക്ക് നടതള്ളും. ഈ പ്രാരംഭ ചടങ്ങുകൾക്ക് ശേഷം 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം നടക്കുന്നു. 1ാം താലപ്പൊലിയുടെ പൂർണ്ണ ചുമതല 1×1000 യോഗത്തിനാണ്. യോഗക്കാരുടെ കൂട്ടമിരുത്തലും തമ്പുരാന്റെ സാന്നിധ്യവും പഴയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. മറ്റു 3 ദിവസത്തെ താലപ്പൊലി നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. എന്നാൽ പണ്ട് 2ാം ഉത്സവം അരിയൂർ 5000 നായർ കരയോഗവും 3ാം ദിവസത്തെ കൊച്ചിക്കോവിലകവും 4ാം ദിവസത്തെ കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരും നടത്തി വന്നിരുന്നു. 2ാം താലപ്പൊലി നടത്തിയിരുന്ന അയ്യൂരായിരം എന്ന യോഗക്കാർ കൊല്ലവർഷം 1075 നാമാവശേഷമായി തീർന്നു. അതിനുശേഷം ദേവസ്വമാണ് നേരിട്ട് നടത്തുന്നത്. 5 മുതൽ 8 വരെയും പണ്ട് താലപ്പൊലി ഉണ്ടായിരുന്നു. 5ാം താലപ്പൊലി ചൊവ്വന്മാരും 6ാം താലപ്പൊലി അരയന്മാരും 7 കണകന്മാരും 8ാമത്തേത് ചെറുമരുമാണ് നടത്തിയിരുന്നത്. പിൽക്കാലത്ത് അത് 4 ദിവസമായി ചുരുങ്ങി. പകൽ ശീവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പൊലിയുടെ ചടങ്ങുകൾ. ഓരോ ദിവസവും അതത് നടത്തിപ്പുകാർ സ്ത്രീകൾ താലത്തിൽ കൊണ്ടുവരുന്ന ധനധാന്യങ്ങൾ വാദ്യമേള അകമ്പടിയോടെ ദേവിക്ക് മുന്നിൽ ചൊരിയുന്നതാണ് പ്രധാന ചടങ്ങ്. താലപ്പൊലി ദിനത്തിലുള്ള മറ്റൊരു പ്രധാന പൂജയാണ് സുവാസിനി പൂജ. മംഗല്യവതികളായ സ്ത്രീകൾ
കുടുംബ ഐശ്വര്യത്തിനും നെടുമംഗല്യത്തിനും ഉത്തമ ദാമ്പത്യത്തിനും വേണ്ടി നേരിട്ട് നടത്തുന്ന സമൂഹ അർച്ചനയാണിത്. കുടുംബി സമുദായത്തിലെ സ്ത്രീകളാണ് പ്രധാനമായും കൊടുങ്ങല്ലൂർ താലപ്പൊലി ദിവസത്തിൽ സുവാസിനി പൂജ ആചരിക്കുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത്. കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വച്ച് ജഗദംബയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും കഥയുണ്ട്. ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിക്കുന്നത്. ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് തവിടാട്ടുമുത്തി എന്നാണ് ഐതിഹ്യം. കാളിയുടെ ഏറ്റവും ഉഗ്രമായ രുതിരമഹാകാളിയാണ് പടിഞ്ഞാറേ നടയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ. ഇത് സംഹാരമൂർത്തിയാണ്. അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ആദിശക്തിയുടെ ഈ ഭാവമെന്നാണ് സങ്കല്പം. നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചികത്തിലെ തൃക്കാർത്തിക നാളിൽ ദുർഗതി നാശിനിയായ ദുർഗയായും ദേവിയെ സങ്കല്പിക്കുന്നു. ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാകും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പൊലി മഹോത്സവവുമാണ് പ്രധാന ആഘോഷങ്ങൾ. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസവുമുണ്ട്. പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്ന് സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത്. ദാരിക നിഗ്രഹത്തിനു ശേഷവും കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവീസ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ദേവി സന്തുഷ്ടയായെന്നുമാണ് കഥ. ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം. ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാദികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട്. ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണിതെന്നും ഐതിഹ്യമുണ്ട്. ഭഗവതിയുടെ പ്രതീകമായ വെളിച്ചപ്പാടന്മാരുടെ ഉത്സവമാണിത്. ഇതിന്റെ ഭാഗമായി ഭക്തർ മുളം തണ്ടിൽ താളമിട്ട് ദേവീ സ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് 3 വലം വെച്ച് ചെമ്പോല തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു. ചെമ്പട്ടെടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു. അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത്. ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം. മൈഥുനത്തിന്റെ ഭാഗമാണ് അശ്വതി നാളിലെ കാവ് തീണ്ടലിന്റെ ഭാഗമായ ഭരണിപ്പാട്ട് എന്നാണ് വിശ്വാസം. ദേവി ധാരികനിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു. ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത്. ഇത് ശത്രുതാദോഷം മാറാനുള്ള വഴിപാടായും നടത്തുന്നു. മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട്. പരശുരാമൻ തപസ്സു ചെയ്ത് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരു ചക്രത്തിൽ കാളിയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിരുത്തിയെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ മാറ്റി ത്രിപുരസുന്ദരിയായി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. മീനഭരണിയുടെ തലേ ദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ തൃച്ചന്ദന ചാർത്ത് എന്നും അറിയപ്പെടുന്ന രഹസ്യ പൂജയാണ്. ദാരികനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സയെയാണ് തൃച്ചന്ദന ചാർത്തൽ പൂജയെ സങ്കല്പിക്കുന്നത്. തുടർന്ന് 7 ദിവസം നടയടച്ച് നട തുറപ്പു വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പൂജകളെ ദേവിയുടെ വിശ്രമവും ഒപ്പം ഭഗവതിയുടെ പരിവാരങ്ങളുടെ ഉത്സവവും ആയിട്ടാണ് സങ്കല്പം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വഴിപാടിനെ പറ്റി പറയാം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തണ്ണീരാമൃതം. ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണിത്. തണ്ണീരാമൃതത്തിനൊപ്പം ചെയ്യേണ്ട മറ്റൊരു വഴിപാടാണ് ഗണപതിക്കുള്ള ഒറ്റയപ്പം. ദേവിക്ക് തണ്ണീരാമൃതം വഴിപാട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഗണപതിക്കുള്ള ഒറ്റയപ്പം നടത്തുന്നതും ഉത്തമമാണ്. ക്ഷേത്രപാലകനെ തൊഴുതതിനു ശേഷമാണ് ഭഗവതി ക്ഷേത്രത്തിൽ പോയി
തൊഴേണ്ടത്. ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ശത്രു സംഹാര പുഷ്പാഞ്ജലി, മഹിഷാസുരമർദ്ദിനി പുഷ്പാഞ്ജലി എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലികളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് വെടിവഴിപാട്. വലിയ വെടി, ചെറിയ വെടി എന്നിങ്ങനെ 2 തരം വഴിപാടുകളാണുള്ളത്. ഗുരുതി ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണിത്. ഗുരുതി വഴിപാട് നടത്തിവരുന്നത് വസൂരിമാല ക്ഷേത്ര നടക്കലാണ്. ഉഗ്രരൂപിണിയായ ദേവിയുടെ ഉഗ്രത വർദ്ധിക്കാതിരിക്കാനാണ് ഗുരുതി പൂജ നടത്തിയിരുന്നത് എന്നാണ് വിശ്വാസം. വൃശ്ചിക ധനുമാസങ്ങളിലെ മണ്ഡലകാലങ്ങളിലും മീനഭരണിക്ക് തുടക്കം കുറിക്കുന്നത് തൊട്ട് ക്ഷേത്രനട തുറക്കും വരെയും ഗുരുതി വഴിപാട് നടത്താറില്ല. മേടമാസത്തിലെ കാർത്തിക നാളിൽ ചാന്താട്ടം വളരെ പ്രധാനമാണ്. തേക്കിൻകറ, ഘോരോജനം, കസ്തൂരി എന്നിവ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ചാന്ത് ഉപയോഗിച്ചാണ് തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ദേവീ വിഗ്രഹത്തിന് ചാന്താട്ടം നടത്തുന്നത്. ആടിയ ചാന്ത് തൊടുന്നത് സ്ത്രീകൾക്ക് നെടുമംഗല്യത്തിന് ഉത്തമമാണെന്ന് കരുതുന്നു. ഇത്രയും ശക്തിമത്തായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ഏവരും ക്ഷേത്രത്തിൽ ഒരു തവണയെങ്കിലും എത്തുന്നത് പുണ്യം തന്നെയാണ്. തൻ്റെ ഭക്തനെ കാത്തുരക്ഷിക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, ദുഷ്ടരെ നിഗ്രഹം ചെയ്യുന്ന സാക്ഷാൽ ജഗദംബ. ഞാൻ എൻ്റെ ഈ വാക്കുകളെല്ലാം സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.